ദുബായിലെ ഒരു റീറ്റെയിൽ ചെയിൻ നടത്തുന്ന ആള് മൂപ്പരൊരു ആദ്യത്തെ ഒരു 5, 6, 7, 8 ഷോപ്പ് സ്വന്തം തുടങ്ങി. സ്വന്തം മീൻസ് മുമ്പ് പോലെ 3 പാർട്ട്നേഴ്സാണ്. 3 പാർട്ട്നേഴ്സ് ഈക്വൽ 33 ആയിട്ട് തുടങ്ങി. അയാൾ ഇടയ്ക്കിടയ്ക്ക് ബാക്കിയുള്ള 2 പാർട്ട്നേഴ്സിനോട് പോയി പറയും, എടാ നമുക്ക് ഇതൊന്ന് വളർത്തിയാലോ, ഒരു വിഷനൊക്കെ സെറ്റ് ചെയ്ത് വളർത്തിയാലോ. അപ്പോൾ പറയും, എടാ നീ അൽഹംദുലില്ലാഹ് ഇപ്പം നല്ല രീതിയിൽ 9 ഷോപ്പ് ഉഷാറായി നടന്നു പോകുന്നുണ്ട്, നീ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ ഉണ്ടാന്ന് പറയും. ഓൻ വീണ്ടും ഓൻ്റെ വിഷം പറയും, ഇവര് പറയും ആവശ്യമില്ലാത്ത പണിക്ക് കണ്ട. ഓൻ വീണ്ടും ഓൻ്റെ വിഷം പറയും, ഇവര് പറയും ആവശ്യമില്ലാത്ത പണിക്ക് കണ്ട. അങ്ങനെ ഒരു പാർട്ട്ണർ വിഷൻ ഉള്ളവനും ബാക്കി 2 പാർട്ട്ണർ വിഷൻ ഇല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ തമ്മിൽ ഒരുമിച്ച് പോവാണ്. അപ്പൊ ലാസ്റ്റ് അവന് മനസ്സിലായി ഇവരുടെ കൂടെ നിന്നാൽ ഞാൻ വളരൂലാന്ന്. അങ്ങനെ ഓൻ ഇത് 9 ഇങ്ങനെ നിലനിർത്തിയിട്ട് അവൻ പോയിട്ട് വേറെ ഒരു ബിസിനസ് തുടങ്ങി. അവന് പരിചയമില്ലാത്ത വേറൊരു ബിസിനസ്. അതായത് ഇപ്പോൾ നമുക്ക് പറയാം, എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരു മീൻകട, ഒരു ലൈവ് ഫിഷ്, ഹോൾസെയിൽ ഫിഷൊക്കെ ഉള്ള ഒരു മീൻകട തുടങ്ങാൻ. അപ്പോൾ 5-6 മില്യൺ ദിർഹംസ് മുടക്കിയിട്ട് അവന് പരിചയമില്ലാത്ത ഒരു മേഖലയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവിടെ പൊട്ടുന്നു. അറിയാത്ത പണിയെടുത്താൽ പൊട്ടുന്ന ഉറപ്പാണ്. അവിടെ പൊട്ടുന്നു. അപ്പൊ പാർട്ട്ണർമാർ പറഞ്ഞു, എടാ എന്നോട് പണ്ടേ പറഞ്ഞില്ലേ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടാന്നേ, ആദ്യം പറഞ്ഞിട്ടില്ലേ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടാന്നേ എന്ന് പറഞ്ഞ് ഇവര് തമ്മിൽ പറഞ്ഞ്, ഇപ്പം നിനക്ക് കടമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ചീത്തപ്പേരാണ്, അതുകൊണ്ട് നീ ഇതിന്ന് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾക്ക് അർഹതപ്പെട്ട 3 ബ്രാഞ്ചുമായിട്ട് അയാൾ പിരിഞ്ഞു പോന്നു. മറ്റവര് ആ 3 ബ്രാഞ്ചുമായിട്ട് മുന്നോട്ട് പോയി. ഏതായാലും പിരിഞ്ഞ് 8ാമത്തെ വർഷമാണ് ഈ വർഷം. ഇപ്പോഴത്തെ ഒരു സ്ഥിതി പറയുകയാണെങ്കിൽ അന്ന് അവർക്കുണ്ടായിരുന്ന പിരിഞ്ഞു പോയവർക്കുള്ള 6 ഔട്ട്ലെറ്റ് ഇപ്പൊ ചുരുങ്ങി 4 ആയിട്ടുണ്ട്. അതിൽ 2 നടത്താൻ പറ്റാഞ്ഞിട്ട് ഒരു വിറ്റു. ഓല് 4 ഔട്ട്ലെറ്റ്, 2 ഓരോ 2 ഔട്ട്ലെറ്റ് ഉണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് ഇന്ന് നിയർലി 34 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. 34 ഔട്ട്ലെറ്റ്സ്. ഇപ്പൊ റീസെന്റ് അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്ക് നിയർലി ഒരു 80 ക്രോർസിന്റെ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഒരു വലിയ ടീമിന്റെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത് 150-200 ഒക്കെ ആക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ചില സമയത്ത് നിങ്ങളിൽ പലർക്കും വലിയ വിഷൻ ഉണ്ടാവും. നിങ്ങളുടെ വിഷന്റെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കും. ഏറ്റവും വലിയ. അപ്പം എന്ത് ചോദിച്ചാലും നടക്കൂല. നെഹി എന്ന് പറഞ്ഞാൽ നെഹി. നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ, ആശയങ്ങൾ പറഞ്ഞോളൂ, ആലോചിച്ചുണ്ടാക്കി. നമ്മൾ എത്ര വട്ടം ടോയ്ലറ്റിൽ പോയിക്കണേ നല്ലൊരു ആശയം ഉണ്ടാക്കാനേ. കുറേ വട്ടം ടോയ്ലറ്റിൽ പോയി കുറേ റക്കാത്ത് നിസ്കരിച്ചിട്ടാണ് ഈ ആശയം ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്ന് ഇവരോട് പറഞ്ഞാൽ നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല, നെഹി എന്ന് പറഞ്ഞാൽ നെഹി എന്ന് പറയും. അങ്ങനത്തെ പാർട്ട്നേഴ്സിന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ ജീവിച്ച് പോയാൽ അവസാനം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ എപ്പോഴും പാർട്ട്ണർഷിപ്പ് ആക്കുമ്പോൾ, പാർട്ട്ണർഷിപ്പ് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞ, നിർബന്ധമാണ്. ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, ഒരേ വിഷനുള്ള, ഒരേ വാല്യൂ ഉള്ള ആളുകളാവും.